ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ചേച്ചി എവിടെ? റൂമില്. അതെ, ഞാൻ ഇപ്രാവശ്യം ചെന്നൈക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുഴപ്പമുള്ളത് പോയാലോ? കൂടെ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോ. എത്തിയാ പോയാരെന്തായി? പോയാരെന്തോ ആവട്ടെ. അവിടുത്തെ വിശേഷങ്ങളും എല്ലാം അറിയണമെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചോണം. നീ എവിടെ പോണു? അമ്മ വിളിക്കാൻ. അമ്മ പുറകെ നിൽക്കുന്നു. വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? മാമ എന്ത് പ്രശ്നം? എന്തോന്ന് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. എല്ലാം അറിയണോ? മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണ എന്താണ്? ഞാനൊരു കാര്യം സെർച്ച് ചെയ്യുമായിരുന്നേ. സെർച്ച് പഠിക്കാനൊന്നും ഇല്ലേ? അല്ല, പഠിത്തത്തിനെ കുറിച്ചുള്ള കാര്യം സെർച്ച് ചെയ്തേ. എന്നാ അകത്ത് പോയി എങ്ങനെ നോക്ക്, പഠിക്കാൻ ഉണ്ടെങ്കിൽ. കുട്ടുമാമ കലിപ്പിലാണോ? തന്നെ എന്ത് ചോദിച്ചു? ശ്രീ നേരത്തെ വന്നാ നീ എന്തേ? അവിടെ മറ്റേ റവന്യൂ ഒന്നും വില്ലേജ് ഓഫീസറിനൊക്കെ ആള് വന്നായിരുന്നു. വന്ന് അവര് കപ്പയും ചേനയും ചേമ്പൊക്കെ കൊണ്ടുപോയി. ബാക്കിയുള്ളത് അടങ്ങും അവിച്ച് തിന്ന്. എന്താ നിനക്ക്? എന്തോന്ന് ശ്രീ, ഈ ഇടയ്ക്കായിട്ടാണല്ലേ ഈ എടുത്തെറിയണ സ്വഭാവം തുടങ്ങിയേ? എവിടെ എടുത്തെറിഞ്ഞാര്? കുട്ടുമാമന്റെ ആക്ച്വൽ പ്രശ്നം എന്താണ്? എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്കിനി വസ്തുവിന്റെ കാര്യം ഒന്നും അറിയണ്ട കേട്ടാ. നീ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ റവന്യൂവിലും വില്ലേജ് ഓഫീസിലൊക്കെ പേപ്പർ കൊടുത്തത്. എനിക്കിനി എന്റെ പറയാൻ നടക്കാൻ സമയമേ ഇല്ല. നീ പുറകിലും നടക്കണ്ട, മുന്നിലും നടക്കണ്ട. പ്രശ്നം തീർന്നില്ലേ? നിന്നെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. നിനക്കെന്തോ പിരിയളകി നിൽക്കുക. നിനേക്കാൾ എത്രയും ഭേദമാടാ ബാലു. ഞാൻ എന്റെ ഭാഗത്തൊന്നും വല്ലതും വിളിച്ച് പറയും. നീ വല്ല യഥാർത്ഥ കാര്യം വല്ല അറിഞ്ഞിട്ടാണ് സംസാരിക്കണേ? തന്നെ യഥാർത്ഥ കാരണം നീ പറയാതെ എനിക്കറിയാൻ പറ്റുമോ? നീ എന്നെ വീട്ടിൽ പോയത് നീ പറയാതെ എനിക്ക് മനസ്സിലാക്കണം. വേറെന്തോ വല്ല സിദ്ധിയുണ്ടോ? തുണി കളിച്ചോണ്ട് നിക്ക, കാരണം പറയടക്ക. എനിക്ക് വിവരണം തരാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ വല്ല അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കണം. അയ്യോ, അത് നീ പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളല്ലോ. എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലല്ലോ. പോടാ, ചില സമയത്ത് എന്താടാ മാമ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാ? ഞാൻ വിനോദയാത്രക്ക് പോയിരിക്കുന്നു. നീല കുറിഞ്ഞളൊക്കെ ഇഷ്ടം പോലെ പൂത്ത് കിടക്കണം അവിടെ. കൊറേ പൂത്ത്. എന്തോന്ന് ശ്രീ, പടവലത്ത് ഈ വസ്തുവിന്റെ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ വന്ന് വാലും തുമ്പുമില്ലാതെ സംസാരിച്ചാൽ നമുക്കെങ്ങനെ മനസ്സിലാവാനാണ്? ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ കഥയാകെ മാറി. അയൽക്കാരുമായിട്ടൊക്കെ സംസാരമായി. കുട്ടുമാമ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിഷയമായി കാണും. ഞാൻ സംസാരിക്കുമ്പോ എങ്ങനെയാണ് വിഷയം ആവണത്? ഇപ്പോഴത്തെ കുട്ടുമാമ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ പണ്ടത്തെ അതുപോലെ തന്നെ പഠിക്കണിക്കണേ. ഇതിനകത്ത് പോയിരുന്നു പഠിപ്പോ ചെല്ലേ. പോയി. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നാൽ ശരിയാവൂല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നാൽ ശരിയാവൂലെന്ന്. തന്നെ തന്നെ. ഇങ്ങോട്ട് വരാനില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്ന എന്തിനാണ്? ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാതെ എങ്ങോട്ട് പോകാനാണ്? എങ്ങോട്ടാ പോ? എന്തോന്ന് ശ്രീ ഇത്? ശ്രീ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പറഞ്ഞോണ്ട് എന്നെ മെക്കിട്ട് കയറാൻ വരല്ലേ? നിങ്ങളുടെ കുടുംബക്കാര്? അപ്പൊ ഇയാളിപ്പോ ഏത് കുടുംബത്തിലാണ്? ശ്രീയുടെ ചില സമയത്തെ പെരുമാറ്റം കണ്ടാ തോന്നുന്നു ഞാൻ ഈ കുടുംബത്തിലുള്ള അല്ലെന്ന്. ഇവിടെ ഞാൻ ചുമ്മാ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഇവിടെ വന്നൊരുമായി ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ആര് ദേഷ്യം സംസാരിച്ച? ഞാനാ? പിന്നെ ഞാനാ? അതെന്നെ ഞാനും ചോദിച്ച ഞാനാ? ആരാണ്? ശ്രീ തന്നെ. എന്താണ്? എന്താ പ്രശ്നം? എന്തോന്ന് ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കുറച്ച് സമാധാനം വേണം, തരുവോ? ആർക്ക്? എനിക്ക് സമാധാനം വേണ്ടത് എനിക്കാണ്. സമാധാനം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ തരൂല. ലച്ചു, നീ കുറച്ച് അധികമായിട്ട് സംസാരിക്കണുണ്ട്. ആരാണ് അധികമായിട്ട് സംസാരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവണുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഒരുപാട് പറയുന്നുണ്ട്. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണോ? പേരുണ്ടാ അമ്മയോട് ദേഷിച്ചിരിക്കുക. ഞങ്ങൾക്ക് അടി കിട്ടും. അവസാനം നിങ്ങൾക്ക് കിട്ടണം. ചുമ്മാതല്ല അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്തോന്ന് പറയുന്നു? അത് ഞാൻ പറയൂല.
പാറു നീ പോ, ചുമ്മാ എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാതെ പോ പോ പോ. എന്തൊരു മാമ, അത് വല്ലാത്ത കഷ്ടമാണ് കേട്ടാ. ഞങ്ങളിപ്പോ അടുക്കളയിൽ പോയി അവിടെ ചെന്നപ്പോ അമ്മ കിടന്ന് പുറത്തോണ്ടിരിക്കുന്നു, ഇവിടെ വരുമ്പോ മാമൻ പുറത്തോണ്ടിരിക്കുന്നു. ഈ സംസാരം നിർത്തണേ. എടാ ഞാൻ ഇതിന്റെ അകത്തിരിക്കണം, നിങ്ങൾക്കല്ലേ ഇങ്ങോട്ട് കയറി വന്നത് തന്നെ തന്നെ. ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനാ നിങ്ങളാ? ഈ കുട്ടികളെ പതുക്കെ സംസാരിച്ചെന്താ? പാറു നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നല്ല ദേഷ്യം വരണുണ്ട്. ദേഷ്യം വരണുണ്ടോ? ദേഷ്യം വരണുണ്ടോ നിനക്ക്? നീ അവിടെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അത് അവിടെ തീർത്തിട്ട് വരണമായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറെ പച്ചക്കറിയും വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതുകൊണ്ടൊന്നും വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ള പുറത്തല്ല കുതിര കയറേണ്ടത്. ശ്രീകുട്ട, എന്റെ സ്വഭാവം നിനക്കറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. നല്ലത് ചെയ്യാൻ പോയി അവസാനം ഞാൻ തെറ്റിയായിരുന്നേ. കയ്യില് തലയിട്ടിടിച്ച എങ്ങനെ ചാവും കുട്ടാമ്മ? ചേച്ചി സംസാരിക്കാൻ നിൽക്കണ്ട, ചേച്ചി പോവാൻ നോക്ക്. നീ വീട്ടിൽ വിളിച്ചായിരുന്നു? ആ വിളിച്ച്. എന്ത് നീ വീട്ടിൽ വിളിച്ചിട്ട് അവിടെ എന്താ പറഞ്ഞതും കൂടെ നിന്റെ അടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് വേണം കിടന്ന് നിന്റെ തുള്ളൽ ഇവിടെ കിടന്ന് കാണാൻ. എന്നാലും എന്റെ കുട്ടുമാമ അമ്മായിനെ സമ്മതിക്കണം. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അയ്യോ, തൊഴുതു പോവോടെ, തൊഴുതു പോവും. എന്റെ പൊന്നു ഗൗരിയമ്മായി ദയവ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുക. ഇത് അമ്മായി അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആടേ ടോമോ, എല്ലാരും കൂടെ എന്നെ മാനസിക രോഗിയാക്കാതിരുന്നാ കൊള്ളാം. ഈ വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയത് കുട്ടുമാമൻ തന്നെയല്ലേ? സ്ഥലം അളക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൂപ്പൻ ചിലപ്പോൾ വേണമെന്ന് പറഞ്ഞായിരിക്കും. അതായിരിക്കും കുട്ടുമാൻ ഇത്ര ദേഷ്യം. അല്ലാലും അങ്ങനെയാണല്ലേ പണ്ട് മുതലേ. പതുക്കെ പറ, കേട്ടോണ്ട് വന്നതിന് പിന്നെ ഇവിടെ ബഹളമായിരിക്കും. അല്ല അത് പിന്നെ അല്ലേലും അങ്ങനെയാണല്ലോ. പണ്ട് പോലെ 4 സൈഡിലും താമസിക്കുന്ന ആൾക്കാര് അതിലിങ്ങനെ കയറി കൊണ്ടുവരുമല്ലോ. വല്ലാത്ത പരിപാടി തന്നെ കേട്ടോ അത്. ഇപ്പോഴും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ. ഇതിപ്പോ ആരാണ്? മറ്റേ വടക്കേല ജയപാലനാണോ? അങ്ങനെ എന്ത് വേല് കിട്ടിയപ്പോ നീ കുറെ സ്ഥലം എടുത്താ? ഇത് അങ്ങനെ സ്ഥിരം ഈ പരിപാടി ഉള്ളതല്ലേ. ഒന്നാമതേ വടക്കപ്പുറത്തോട്ട് അപ്പൂപ്പ അധികം ഇറങ്ങൂല, മൊത്തം കാട് പിടിച്ച് കിടക്കുന്നല്ലേ. പിന്നെ അപ്പൂപ്പൻ ഇങ്ങോട്ട് ഇറങ്ങാത്തത് കൊണ്ട് അങ്ങേര് അതിരി കയറ്റി വെച്ച് ഇപ്പൊ അളക്കാൻ ആൾക്കാർ വന്ന് അപ്പൊ അങ്ങേര് ഭയങ്കര അലമ്പുണ്ടാക്കണേ. പൊതുവെ ഈ കേസിന് വഴക്കണൊന്നും അപ്പൂപ്പൻ പോകാറില്ലല്ലേ. അപ്പൂപ്പൻ നല്ല മനസ്സുകൊണ്ടങ്ങ് വിട്ടുകൊടുത്ത്. അങ്ങനെ തീരെ നന്മമരമായിട്ടും കാര്യമില്ലെന്നേ. ഇനിയും വെട്ടിപ്പിടിക്കാൻ വന്ന എന്ത് ചെയ്യും? നമ്മളിടപെടും. ഇത്ര തന്നെ. നമുക്ക് വാലിച്ചാണ്ട് മുൻനിർത്തിക്കൊണ്ടങ്ങ് പോവാം. ആ, അച്ഛനും കൂടി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അടി ഇടി വിടി പുകയായിരിക്കും, ബഹളം. ഇതെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്? സ്ട്രെസ് വന്ന കുട്ടുമാമൻ ഇങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും വരികിനെ പോലെ വെറുതെ നടക്കും. ചേച്ചി പറഞ്ഞ പോലെ ഇനിയിപ്പൊ അച്ഛനും കൂടെ വന്നു കയറേണ്ട താമസേ ഉള്ളൂ. ഇവിടെ ബഹളവും കിടന്നു. എടേ, ഇതിപ്പോ എന്താണെന്ന് അറിയാമോ? ശ്രീക്ക് അച്ഛൻ്റെ അടുത്ത് അമ്മയടുത്ത് ഒന്നും പറയാൻ പറ്റിയില്ല. അതിന്റെ ദേഷ്യമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ദേഷ്യപാലെങ്കിലും ഉണ്ടല്ലോ. ഞാൻ വരുമ്പോഴേ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴി പോലെ നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ എന്താണ് കാര്യം ചോദിക്കണ്ടേ? എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണ് പറയണെങ്കിൽ കൃത്യമായിട്ട് പറ. പിന്നെ പറയാനുള്ളത് നല്ല മറ്റേ വസ്തുവിന്റെ കാര്യമോ വഴക്കിന്റെ കാര്യമോ അടിപിടിയുടെ കേസാണെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാനും താല്പര്യമില്ല. മിണ്ടായി പിള്ളേരവിടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആരും ചോദിച്ചിട്ടില്ല. അല്ല, ബഹളം വെക്കണ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചില്ലെന്ന് പറയില്ലല്ലോ. ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം. ശ്രീ പോവല്ലേ? ഹോട്ടലിൽ പോന്ന് പറഞ്ഞോണ്ടാണ്. ചേച്ചി ശ്രീ പറഞ്ഞു. ചേട്ടാ ഇറങ്ങി വരെ. കേറിപ്പോ.
കേറിപ്പോവാൻ. എങ്ങോട്ട്? എങ്ങോട്ടെന്നാ? ഇതല്ലേ നീ താമസിക്കുന്ന വീട്? ഏത്? ഈ വീടല്ലേ നീ താമസിക്കുന്നെന്ന്? ആണെങ്കിൽ എന്നാ? എടാ ഈ വീട്ടിലല്ലേ നീ താമസിക്കുന്നെന്ന്? നീ അതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയടാ. ആണ്. പിന്നെ നീ എന്തിനാ എവിടെയാ പോണെന്ന് ചോദിക്കണേ? ഞാൻ ഒരു വഴിക്ക് പോയ ഞാനാണ്. എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് വന്നതിന്റെ കാര്യം എന്താണ്? നീ ഏത് വഴിക്കാ പോയത്? എനിക്ക് ഒരുപാട് വഴികളുണ്ടാവും. എല്ലാം ഇപ്പൊ പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഈ കണക്കിന് പോയാൽ നിന്റെ വഴി പെരുവഴിയാവും. ചേച്ചി വിശക്കുണ്ടല്ലേ? വാ, ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി, കഴിക്കാം. വാ. എനിക്ക് വേണ്ട. വേണമെങ്കിൽ പിന്നെ നീ എന്തിനാടാ കഴിക്കാൻ പുറത്തു പോയത്? ഹോട്ടലാകുമ്പോ മനസമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. മനസ്സമാനത്തിന് ഇവിടെ എന്താ മനസ്സമാനത്തിന് കുറവ്? വാ, ദോശ ഉണ്ടാക്കി തരാം ചേച്ചി, കഴിക്കാം. വാ. വേണ്ട ശ്രീകുട്ട, അങ്ങനെ കാണിക്കല്ലേ. ഞാനേ ചോനറത്തല്ല ഭവാനി അമ്മയുടെ മകനാണ്. എനിക്ക് കുറച്ച് അഹങ്കാരം കാണും. ആണോ? നിന്റെ അഹങ്കാരം എടുത്തേ മേശക്കകത്ത് പൂട്ടി വെച്ചോ. ഇവിടെ വേണ്ട. എന്റെ വ്യക്തിത്വം കളഞ്ഞ് ഒരു അടിമയെ പോലെ ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. ഇവിടെ ജീവിക്കുമ്പോൾ അടിമയെ പോലെ ജീവിക്കാനേ പറ്റുള്ളൂ. അത് പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പോകുമ്പോ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ വാടക വീട് എടുക്കണം, അല്ലെങ്കിൽ നീ വേറെ വീട് വാങ്ങണം. ഞാൻ ചിലപ്പോ റോഡിൽ കിടക്കും, ചിലപ്പോ കടവരാതെ കിടക്കും. അപ്പൊ എന്റെ ഭാര്യ എന്റെ കൂടെ കിടക്കണം. അതാണ് ഭാര്യ. ഇങ്ങനെ പോവാണെങ്കിൽ നീ കടവരാതെ തന്നെ കിടക്കേണ്ടി വരും. അതിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാ എന്റെ അടുത്തല്ല ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഇവിടെ നിൽക്കണമെങ്കിലേ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അല്ലാത്ത പക്ഷെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇത് എന്റെ വീടാ. ആദ്യം എന്റെ വീട് എന്നുള്ള അഹങ്കാരം നിർത്ത്, അപ്പൊ നന്നാവും. എനിക്ക് ഇത്രയും നന്നായ മതി. ഇതിൽ കൂടുതൽ എനിക്ക് നന്നാവാൻ താല്പര്യമില്ല. അതാണ് ചിലവർ ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോഴും നന്നാക്കാൻ പറ്റൂല. ഇപ്പൊ വന്നാ ദോശ കഴിക്കാം, അല്ല ഇഡ്ഡലി ഉണ്ടാക്കി തരാം. പറ്റുമെങ്കിൽ വാ, കുറച്ച് കഴിയുമ്പോൾ ഇതുപോലും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാന്ന്. എടാ ശ്രീകുട്ട, ഇന്ന് നീ ഹോട്ടലിൽ നിന്ന് കഴിച്ച പിന്നെ ജീവിതകാലം മുഴുവനും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഇത് പറയുന്നത് പടവല കുട്ടമ്പലയുടെ മോളാ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മാറി മാറി ഒന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആ ലക്ഷണം പിടിച്ച കുരുപ്പുകൾ. ദോശ കഴിക്ക്. ബാബാ കഴിക്ക്. കഴിക്കടാ. സോറി മമ്മ, മാമന് ഇരിക്കാൻ വേണ്ടി ചെയർ അഡ്ജസ്റ്റ് ചെയ്തു. എന്തോ ശിവ, നിനക്ക് കണ്ണൂടെ? ഞാൻ വലിച്ചിട്ട് കൊടുത്തതിൽ ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുമല്ലോ. മൂടും താങ്ങി ഇക്കാതെ ഇരിക്കുക കസേരയിലേക്ക്. താങ്ക്സ്. അത് കഴിക്ക്. ദോശയ്ക്ക് ഉപ്പില്ല, ചമ്മന്തിക്ക് ഉപ്പില്ല. ഉപ്പൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. BP കയറും. അല്ലാണ്ട് തന്നെ BP ഇങ്ങനെ ഹൈയിൽ നിൽക്കുക. ഇപ്പോൾ നോയിക്കൊണ്ടിരിക്കാതെ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഞാൻ ഒരു ശുദ്ധനായി പോയി. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പില് വസ്തുവായിക്ക് വേണ്ടിയിട്ട് ആർത്തി പിടിച്ച ഒരുത്തനായിട്ട് ഞാൻ മാറി. വസ്തുവളപ്പും ഗ്യാസും വഴക്കൊന്നും വേണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. ഇപ്പൊ എല്ലാം ഒരുക്കിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക്
ഒന്നും വേണ്ട പോലും. പോയ സ്ഥലം പോട്ടെ. നിനക്ക് അച്ഛനോട് പറഞ്ഞുകൂടായിരുന്നോ? എന്തോന്നിത്? എന്തോന്നാണ്? ശ്രീയല്ലേ തട്ടിയത്? എനിക്കൊന്നും വേണ്ട. നീ ഇത് കഴിക്കടാ. ശ്രീ ശ്രദ്ധിക്കണ്ടേ? എന്തോന്നൊക്കെടേ നിങ്ങൾ കാണിക്കണേ? ഇത് മനഃപൂർവ്വം കാണിക്കണേന്ന് അല്ലേ? എനിക്ക് അല്ലേ? ശ്രദ്ധിക്കാത്തത് ഞാൻ. ഇതൊരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് തന്നെ നീക്കിയിട്. എനിക്കിരിക്കേണ്ട ചെയർ ഞാൻ തന്നെ നീക്കിയിട്ട് ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചോളാം. ഞാനല്ല നീക്കിയേ. ഓ, നീ ദോശ കഴിക്കണില്ലേ? വേണ്ട, മതി, വയറ് നിറഞ്ഞ്. എൻ്റെ സമയം ശരിയല്ല. അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുമില്ല. മര്യാദയ്ക്ക് ഗൾഫിൽ നിന്ന് ഞാനാണ് എല്ലാം കൂടെ പൊക്കി പിടിച്ച് ഇതിനെ തൂക്കി ഇവിടെ വന്നതാണ് എൻ്റെ അബദ്ധം. എൻ്റെ സമയം ശരിയല്ല. അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുമില്ല. മര്യാദയ്ക്ക് ഗൾഫിൽ നിന്ന് ഞാനാണ് എല്ലാം കൂടെ പൊക്കി പിടിച്ച് ഇതിനെ തൂക്കി ഇവിടെ വന്നതാണ് എൻ്റെ അബദ്ധം. ഞാൻ ചെയ്ത അബദ്ധം. ഇങ്ങോട്ട് വരാൻ കിടന്ന് ചാടിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. അതെങ്ങനെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ്. അതിനുള്ളതിനിപ്പോ അനുഭവിക്കണം. എൻ്റെ കൂടെ നിൽക്കേണ്ട ആളാണ് നീ. എന്നെ കുറ്റപ്പെടുത്തിക്കും. കുറ്റം ചെയ്ത കുറ്റപ്പെടുത്താൻ ചെയ്യും. ആദ്യം നിന്റെ സ്വന്തം കുറ്റം എന്ന് നീ മനസ്സിലാക്ക്, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. എല്ലാം എൻ്റെ കുറ്റം തന്നെ. ഞാൻ അന്ധമായിട്ട് എല്ലാവരും അങ്ങ് വിശ്വസിച്ചു പോയി. എല്ലാവരും സ്നേഹിച്ച് എൻ്റെ ജീവിതം തന്നെ ഞാൻ അവർക്ക് വേണ്ടി അങ്ങ് കൊടുത്ത്. വലിയ തെറ്റായി പോയത്. മാമ, നമ്മളെ വിലയിരുത്തേണ്ടത് നമ്മളല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരല്ലേ. അവരങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നല്ലതാവാം, ചീത്തയാവാം. അതിലൊന്നും മാമൻ വിഷമിക്കാനോ സന്തോഷിക്കാനോ പാടില്ല. സമചിത്തത. ഇതൊക്കെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളാണല്ലോ. ഇതിൽ എന്താണ് പുതുമ? അല്ല, ഈ പറഞ്ഞു പോയ കാര്യങ്ങൾ ചിലപ്പോ പറയുന്നത് നല്ലതല്ലേ? ആർക്കെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ. എന്നാലും ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ തന്നെ എന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അഹങ്കാരം നാശത്തിന്റെ തുടക്കമാണെന്ന് ശ്രീനെ പറയുകയും ചെയ്യും. എന്നിട്ട് ബാക്കി പറ. ഇതിൽ എവിടെയാണ് ഞാൻ അഹങ്കരിച്ചത്? ചില സാഹചര്യങ്ങളിൽ ചിലർ ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ നമുക്ക് ദേഷ്യ വിഷമമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പലതും പ്രവർത്തിച്ചു പോകും. മനുഷ്യ സഹജമാണ്, പലതും പറഞ്ഞു പോകും. എന്താടാ? അതാണ് അഹങ്കാരത്തിന്റെ കുഴപ്പമാണ് ഇപ്പൊ കണ്ടത്. എന്തു പറ്റി ശ്രീ? എടോ, റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറെ സമയമായല്ലോ, ഒന്നും കഴിച്ചുമില്ല. എന്നോട് ദേഷ്യമാണോ? പറ. പോട്ടെ ശ്രീ, ഈ വസ്തുവിന്റെ പേരിൽ വലിയ തർക്കം വേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞേ. എന്റെ അമ്മ ഇപ്പൊ മാമന്റെ അടുത്ത് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒന്നും ആ തലയിൽ കയറൂല. ആദ്യം ഈ തല ഒന്ന് തണുക്കട്ട്, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കണ്ടാ, ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുകയാണ്. നീ വന്ന് അതിന്റെ പിറകെ ഇവരും വന്ന്. നീ എല്ലാരും കൂടെ ചേട്ടൻ തുടങ്ങി. മാമ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ മാമന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതല്ല. ഞങ്ങൾ മമ്മായി ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ മമ്മായിയുടെ അടുത്തേക്ക് വന്നതാണ്. മമ്മായി അകത്തോട്ട് വരുന്നുണ്ടോ? ഇപ്പൊ മാമയുടെ അടുത്ത് സംസാരിക്കുന്നത് നല്ലതല്ല. ഈ ടെമ്പർ ഇരിക്കുന്നതുകൊണ്ട് മാമൻ ചിലപ്പോ ഫിസിക്കലി ഉപദ്രവിച്ചെന്നിരിക്കും. ഈ പിള്ളേർക്ക് ഇത് എന്തിന്റെ കേടാണ്? കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കയറി ഇരിക്കണേ. സമ്മതിക്കൂലേ? പോ കയറിപ്പോ, അത് പോ. ഈ അകത്ത് കാണിച്ച പൊടിപൂരത്തിന്റെ ബാലൻസ് ആണോ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചെല്ലേ, പോയി അകത്തങ്ങനെ ഇരിക്കും. അതാണ് ഞാനും പറയണത്. ആദ്യം ഇവര് വരും, അതിന്റെ പിറകെ നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി മേലെ വീണ്ടും കാര്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞുട്ടോ നിന്നെ അങ്ങോട്ട്. അമ്മ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ. നീ പോയി.
അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഇവനല്ലേ പോയത്. പണ്ടുതൊട്ടവൻ ഇങ്ങനെ അല്ലായിരുന്നല്ല. നീ അല്ലേ പറഞ്ഞത് പണ്ട് തൊട്ടേ കുട്ടുമാമ ഇങ്ങനെ തന്നെ ആയിരുന്നെന്ന്. മാമ ഉള്ളത് പറയാമല്ലോ. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാമൻ എന്തൊരു മയത്തോടെ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യാറെന്നറിയോ? മാമ ഫുള്ള് കൈവിട്ട് പോയേക്കാണ് കേട്ടോ. അതാണ്, ഞാൻ കുറച്ച് നാളായിട്ട് മാനസിക പിരിമുറുക്കത്തിലാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ടേ? ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ 9 പറഞ്ഞുകൊണ്ട് വരെയല്ലേ? എടാ, ഈ മാനസിക പിരിമുറുക്കം ഇല്ലാത്തത് ആർക്കാ ഇപ്പോ? എല്ലാവർക്കും ഉണ്ട് മാനസിക പിരിമുറുക്കം. കാരണം എന്താണെന്നറിയാമോ? നമ്മളെയൊക്കെ ജീവിതശൈലി അങ്ങനെ ഇപ്പോ. അല്ലെങ്കിൽ പിന്നെ ഈ വീടും ജോലിയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് പടവലത്ത് പോയി നിൽക്കാം. എന്നിട്ട് അവിടെ കൃഷി ചെയ്ത് കിട്ടുന്നത് നമുക്ക് കഴിക്കാം. ആരുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാനും പോകരുത്, ആരുടെ കാര്യത്തിൽ തലയെ ഇടരുത്. ഫ്രീ ലൈഫ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫ്രീ ആയിട്ട് നീ കുഴിപ്പള്ളത്ത് പോയെന്നില്ല, അതാണ് നിനക്ക് നല്ലത്. ഇനി എന്റെ അടുത്ത് കുഴിപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ മാമ എന്റെ സ്വഭാവം മാറും. ചേട്ടാ എന്തോന്നിത്, എല്ലാം കൂടെ ഒന്ന് അകത്തോട്ട് കയറിപ്പോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് ഇരുന്നോട്ട്. കുട്ടുമാമോയ്, എന്താടാ? മാമനെ ഞാനിപ്പോ സന്തോഷത്തിന്റെ പൂമരച്ചോട്ടിലെത്തി. മാംസ് ടൺ ടടൈ. മാമന്റെ ബോട്ട്. എന്റെ ബോട്ട്. സന്തോഷായില്ലേ മാമന്? സന്തോഷായടാ ചേച്ചി. കളറൊക്കെ അടിച്ചാടാ നീ ഇതിന്? ഇത്രയും നേരം അട്ടഹാസമായിരുന്നു, ഇനി കരച്ചിലായിരിക്കും. എനിക്ക് വയ്യ കേട്ടോ, ഞാൻ അതും കാണാൻ പോവാണേ. മക്കളെ, മാമന്റെ ബോട്ട്. ഒരുപാട് ഓർമ്മകളാണ് ഈ ബോട്ടാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.